എസൻസ് ഇതേ കുറച്ചേച്ച് ഒഴിച്ചു കഴിഞ്ഞു. പൈനാപ്പിളിൻ്റെ എസൻസാണ്, കുറച്ചാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണത്. പിന്നെ കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് റൈസ് ഇതേ ഊറ്റി മാറ്റി വെച്ചേക്കാണ്. ഇത് നമ്മൾ ഒരുവിധം ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ദം ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നെയ്യിൽ നമ്മൾ സവോളയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വറുത്ത് ഇതിൽ മിക്സ് ചെയ്താൽ മതി. ബിരിയാണി എന്നിട്ട് നമ്മൾ ദം ചെയ്ത് എടുക്കും. അപ്പോൾ അതേ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. കശുവണ്ടിയും മുന്തിരിയും നമ്മൾ സവോളയും വറക്കാൻ പോണ്. അപ്പോൾ ആദ്യം തന്നെ അതേ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിടാം. ചേട്ടൻ എന്തിട്ട് പറയാനുള്ള ഈ ബിരിയാണീനെ കുറിച്ച്? സവോള നമ്മളിത് വറക്കാൻ വേണ്ടി ഇട്ടു. അത് നല്ല ഇതിൽ അരിയണം കേട്ടോ, നല്ല ചെറുതായിട്ട്. നല്ല ഇതിപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി പ്ലേറ്റിലിട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ആ നെയ്യിലും ഓയിലിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കും നമ്മൾ കശുവണ്ടി വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതും ഒരു ചുവന്ന നിറം പോലെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ കശുവണ്ടി ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഊറ്റി പ്ലേറ്റിലോട്ട് മാറ്റാം. ഉണക്കമുന്തിരി നമ്മളിട്ടു. ഇനി ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വരുമ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. അപ്പം മുന്തിരി നന്നായിട്ട് വീർത്തുണ്ട്. ഇനി അത് നമുക്ക് കോരി മാറ്റാം. ഞാൻ കഴിക്കും. മുന്തിരിയും കശുവണ്ടിയും ഇതൊക്കെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാണ്ടിരിക്കാം. നമ്മൾ വറുത്ത നെയ്യില്ലേ, ആ നെയ്യ് നമ്മൾ ഈ റൈസിലേക്ക് ചേർക്കണം. മുകളിലേക്ക് ഒഴിച്ചു. നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് കേട്ടോ. ഇനി നമ്മളിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും സവോള വറുത്തതും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. ഞങ്ങൾ ചേർക്കണില്ല. നമ്മളിത് ബിരിയാണിയിലേക്ക് കശുവണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോളയും ആഡ് ചെയ്യണം. ഞങ്ങളിതിന് ഒന്നും തിന്നണില്ല കേട്ടോ. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചെറിയ ബിരിയാണി റെഡിയായി. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബിരിയാണി അങ്ങനെ റെഡി. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ ദം ചെയ്ത് വെക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മൂടാം.
അപ്പോൾ അതേ നമ്മുടെ ബീഫ് നമ്മൾ വെന്ത് പാകമായി അത് തുറന്നു. കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇനി ഇതിൽ നിന്ന് നെയ്യ് ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ആ നെയ്യും കുറച്ച് ചാറോട് കൂടി നമ്മളെടുത്തിട്ട് ബിരിയാണിയിൽ മിക്സ് ചെയ്യും. അതെ നമ്മളിതേ ഒഴിക്കാൻ പോകണം. നെയ്യും ചാറും കൂടി ബീഫ്. ഇത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം ബിരിയാണി എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കാം ബിരിയാണി എങ്ങനെയുണ്ടെന്ന്. ബിരിയാണി അടിപൊളിയായിട്ട് സൂപ്പറാ. ബീഫൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.